സാമൂഹ്യ പ്രവർത്തകനും ബുദ്ധിജീവിയുമായ സണ്ണി എം കബിക്കാട് ശബരിമല അയ്യപ്പനെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങൾ അതീവ നിർഭാഗ്യകരവും എത്രയും വേഗം പിൻവലിച്ച് മാപ്പ് പറയേണ്ടതുമാണ് എന്ന് ആമുഖമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സണ്ണി കബിക്കാടിൻ്റെ പരാമർശത്തെ 1% പോലും അംഗീകരിക്കുന്നില്ല. നമ്മൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മതേതര മനസ്സ് സണ്ണി കബിക്കാടിനെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ പല കാരണങ്ങൾ കൊണ്ടും അംഗീകരിക്കുകയോ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് യോജിക്കുകയോ ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ കാര്യമാണ് പറയുന്നത്. കേരളത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ മനസ്സ് ആ പരാമർശങ്ങളെ അംഗീകരിക്കാനോ കടുകുമണിയോളമെങ്കിലും പിന്തുണയ്ക്കാനോ തയ്യാറാകാൻ പാടില്ല. അത് പിൻവലിച്ച് മാപ്പ് പറയാൻ സണ്ണി കബിക്കാടിനെ കേരളം ഒന്നടങ്കം നിർബന്ധിക്കണം. വെറുതെ ആവശ്യപ്പെട്ടാൽ പോലെ നിർബന്ധിക്കണം, അത് നടപ്പാക്കണം. അല്ലെങ്കിൽ അത് വലിയ സാമൂഹികമായ കുഴപ്പങ്ങൾക്ക് ഇടയാക്കാൻ, അല്ലെങ്കിൽ അത് വലിയ കുഴപ്പങ്ങൾക്ക് കാരണമാക്കാൻ ഒരുങ്ങുന്നവർ ഇവിടെ ഉണ്ട് എന്ന് സണ്ണി ഉൾപ്പെടെ ഉള്ളവർ മനസ്സിലാക്കണം. അദ്ദേഹത്തെ ആരെങ്കിലും പിന്തുണയ്ക്കുകയോ കൊള്ളാം നന്നായി എന്ന് ചിന്തിക്കുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം. സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ അതിനെതിരെ നടക്കുന്ന വലിയ ക്യാമ്പയിൻ സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. സംഘപരിവാറിൻ്റെ എല്ലാ ക്യാമ്പയിനുകളെയും നമ്മൾ അംഗീകരിക്കുന്നവരല്ല. പക്ഷേ ഈ വിഷയത്തിൽ സംഘപരിവാർ സംഘടനകൾ ഉൾപ്പെടെ വിവിധ ഹിന്ദു സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എതിർ പ്രചരണം കാര്യകാരണ സഹിതമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സണ്ണി കബിക്കാടിനെ ചീത്ത വിളിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കൈയും കാലും തല്ലി പിടിക്കണമെന്ന് പറയുന്നതൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ അയ്യപ്പനെതിരെ സണ്ണി കബിക്കാട് പറഞ്ഞ കാര്യങ്ങളോടുള്ള വിമർശനങ്ങളെ നമുക്ക് ഏറ്റുപിടിക്കാതിരിക്കാൻ കഴിയുന്നില്ല. സംഭവം ഇതാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ഒരു ഭാഗം മാത്രമാണ് പ്രചരിക്കുന്നത്. അതിൻ്റെ മുഴുവൻ ഭാഗവും എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ, ആ വാചകങ്ങൾ, ആ പരാമർശങ്ങൾ ഉള്ളത് തന്നെയാണല്ലോ. അതിന് മുന്നിൽ എന്തായാലും പിന്നിൽ എന്തായാലും, അത് ഏത് സന്ദർഭത്തിലായാലും ആ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളത് തന്നെയാണ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും. അദ്ദേഹം പറയുന്നത് അയ്യപ്പൻ അവിടെ ഉള്ള ആളാണല്ലോ, ഉണ്ടല്ലോ അദ്ദേഹം അവിടെ. അദ്ദേഹത്തിൻ്റെ പിന്നിലാണല്ലോ മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത്. ഇവർ തമ്മിൽ കണ്ടുപോയാൽ പ്രശ്നമാണ്. അദ്ദേഹത്തിൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം നഷ്ടപ്പെടും. അദ്ദേഹം ആ നിമിഷം ഒരു ബലാത്സംഗ വീരനായി മാറും. ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാമ്പ്. അത് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്തതിന് കുഴപ്പമില്ല. കാരണം ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പറയുന്നത് 8-9 നിമിഷം വീണ്ടും എടുത്ത് നോക്കിയിട്ടാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ശബരിമല ശ്രീ അയ്യപ്പൻ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു ദൈവിക പ്രതീകമാണ്. മുഹമ്മദ് നബി, മുസ്ലിങ്ങളായ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, പിന്തുടരുന്ന പ്രവാചകനല്ലേ. ക്രിസ്തു എത്രയെത്ര ലക്ഷക്കണക്കിന് ക്രൈസ്തവർ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ആളാണ്. അങ്ങനെ ശ്രീകൃഷ്ണൻ നമ്മുടെ കേരളത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിലെ മലയാളി, ഇന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ പ്രതീകങ്ങളിലൊന്ന് എന്ന് ലോകം ആദരിച്ച് ബഹുമാനിച്ച് വിളിക്കുന്ന ശ്രീനാരായണ ഗുരു. അങ്ങനെ എത്രയെത്ര ആളുകളുണ്ട്. നവോത്ഥാന നായകർ മുതൽ വിശ്വാസികൾ ആരാധിക്കുന്ന ദൈവങ്ങൾ വരെ. അവരെ അവഹേളിക്കാൻ, അപമാനിക്കാൻ, അവരുടെ ആളുകൾ, അവരെ പിന്തുടരുന്ന ആളുകളുടെ വിശ്വാസത്തിൽ തൊട്ട് കളിക്കാൻ, മുറിപ്പെടുത്താൻ വിശ്വസിക്കാത്തവർക്ക് എന്താണ് അധികാരം? അതാണ് പ്രശ്നം. വിശ്വസിക്കാതിരിക്കാൻ നമ്മുടെ ഭരണഘടന നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്, അവകാശം തന്നിട്ടുണ്ട്. വിശ്വസിക്കാതിരിക്കാൻ മാത്രമല്ല, എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് പ്രചരിപ്പിക്കാനും, വിശ്വാസം പ്രചരിപ്പിക്കാനെന്ന പോലെ വിശ്വസിക്കാത്തതിൻ്റെ കാരണം പ്രചരിപ്പിക്കാനും അവകാശമുണ്ട്. നിരീശ്വരവാദം, യുക്തിവാദം ഒക്കെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. അതിനൊക്കെ അവകാശമുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. പക്ഷേ ഒരു കൂട്ടർ വിശ്വസിക്കുന്ന ദൈവത്തെ അവഹേളിക്കാൻ ഒരു അവകാശവുമില്ല, ഒരു റൈറ്റുമില്ല.
ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമല്ല ശ്രീ സണ്ണി കബിക്കാട് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അത് മര്യാദയില്ലാത്ത വാക്കുകളാണ്. അത് പിൻവലിക്കുക, മാപ്പ് പറയുക എന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു ബുദ്ധിജീവി എന്ന നിലയ്ക്ക്, എഴുത്തുകാരൻ എന്ന നിലയ്ക്ക്, പ്രഭാഷകൻ എന്ന നിലയ്ക്ക്, സാമൂഹ്യ നന്മ ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് മാറ്റി കൂട്ടുകയുള്ളൂ. പിൻവലിച്ചാൽ പറഞ്ഞ അബദ്ധം പറ്റിപ്പോയി, ഞാൻ പറഞ്ഞ തെറ്റാണ്, അത് പിൻവലിക്കുന്നു എന്ന് പറയാനുള്ള മര്യാദയും മാന്യതയും കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അന്തസ്സ് കൂടുകയുള്ളൂ. മറിച്ച് അതിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് ഭാവമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇന്ന് വരെയുള്ള ഇടപെടലുകൾ റദ്ദായി പോകാൻ കാരണമായേക്കാം എന്ന് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ ഭയക്കുന്നു. ഇഷ്ടപ്പെടുന്നവർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ ചിന്തകളിൽ ഒരു ഭാഗത്തെങ്കിലും ഇഷ്ടപ്പെടുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം ഉൾപ്പെടെ ആരും, ഒരു ബുദ്ധിജീവിയും ഏത് പക്ഷത്തുള്ളവരായാലും എല്ലാം പറയുന്നത് എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ടാവണമെന്നില്ല. യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഒക്കെ എല്ലാ കാലത്തും എല്ലാവരുടെ കൂട്ടത്തിലുമുണ്ട്. അങ്ങനെയാണല്ലോ. വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വിശ്വാസമില്ലായ്മയുടെ കാര്യത്തിലാണെങ്കിലും ഏത് പക്ഷം, ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വലതുപക്ഷത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ, രാഷ്ട്രീയമാണെങ്കിലും അല്ല വിശ്വാസമാണെങ്കിലും ആത്മീയതയാണെങ്കിലും ഒക്കെ യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഒക്കെ ഉൾപ്പെടുന്ന നാനാത്വത്തിൽ ഏകത്വത്തിൻ്റെ കാമ്പും കഴമ്പുമാണ് നമ്മൾ നിലനിർത്തുന്നത് ആണല്ലോ. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉൾപ്പെടുന്നതാണ്. പക്ഷേ അതിൽ ഒരു വിശ്വാസത്തെയും ഒരു ദൈവത്തെയും അവഹേളിക്കുക എന്നത് ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. അല്ലെങ്കിലുള്ള കുഴപ്പം നമ്മൾ ആദ്യം പറഞ്ഞു, അതിനെ വളരെ നിഷേധാത്മകമായി പ്രചരിപ്പിച്ച് കുഴപ്പമുണ്ടാക്കാൻ കാത്തിരിക്കുന്നവർ ഉണ്ട്. അവർ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്ന് സംശയിക്കണം. അതിൻ്റെ മറുവശത്ത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവാം. അങ്ങനെ ചില സംഘടനകളുടെയും ചില ആളുകളുടെയും പ്രതികരണങ്ങൾ കണ്ടു നമ്മൾ. അപ്പോൾ എന്താവും, സണ്ണി കബിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്ന് പറയുന്നൊരു വിഭാഗം ഓപ്പോസിറ്റ് വന്നേക്കാം. അങ്ങനെ അനാവശ്യമായ ഒരു സംഘർഷം, ഒരു കാര്യമില്ലാത്ത ഒരു സംഘർഷം ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ നമ്മൾ ആവർത്തിച്ച് പറയുകയാണ്. ശബരിമല അയ്യപ്പനെതിരായ മോശപ്പെട്ട പരാമർശങ്ങൾ എത്രയും വേഗം പിൻവലിക്കാൻ സണ്ണി എം കബിക്കാട് ആർജവം കാണിക്കണം. വ്യക്തിപരമായി സണ്ണി എം കബിക്കാടിനെ ഉന്നം വയ്ക്കുന്ന നീക്കങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ട അയ്യപ്പ ഭക്തരുടെ പേരിൽ ശ്രമിക്കുന്ന ആളുകളും പിന്മാറണം. ഇതിൽ ആദ്യത്തേതിനാണ് ഞങ്ങൾ കൂടുതൽ ഊന്നൽ ആദ്യം കൊടുക്കുന്നത്. കാരണം ആദ്യം ഉണ്ടാവേണ്ടത് സണ്ണി എം കബിക്കാടിൻ്റെ പിൻവലിക്കലും ക്ഷമാപണവും തന്നെയാണ്. നന്ദി, നമസ്കാരം.